ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് പറഞ്ഞ് ഇന്ന് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കാക്ക പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് തട്ടോ തട്ടിക്കൂട്ടിയൊക്കെ വീഡിയോ എന്തൊക്കെയോ എടുത്തേക്കണു. ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറേ പാടുപെട്ടിക്കണു കേട്ടോ. അപ്പോൾ ഏതൊക്കെ കുറേ കട്ട് ചെയ്തിട്ടും ഇതൊക്കെ ശരിക്കും ഷാളിടാത്ത മക്കനിടാത്ത ഭാഗങ്ങളും ഒക്കെ എടുത്ത് കൂട്ടിയിരിക്കണം കേട്ടോ. ഞാൻ ആകെ കുടുങ്ങിയിരിക്കണം എന്തൊക്കെ എങ്ങനെ ഇടാറിട്ട് അതിൽ പിന്നെ ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാക്കിയിട്ടോ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഞാനത് ഉണ്ടാക്കി വെച്ചിരിക്കണം. പിന്നെ കുറച്ച് ഇതാട്ടോ പൊക്കവടയും കൂടെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ തരി ഉണ്ടാക്കാനായിട്ട് ഇതാ പാലിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കണം. പിന്നെ നമ്മളൊക്കെ 2 കൈയൊന്നും നമുക്ക് പോരട്ടോ, നേരം വൈകിയത് 3 കണ്ണും 3 കൈയും വേണം. അപ്പോൾ കറണ്ട് അടുപ്പിൽ നമ്മൾ പാലും തിളപ്പിക്കാൻ വെച്ചിരിക്കണം. ഇപ്പുറത്തെ ഗ്യാസ് അടുപ്പിൽ 2 അടുപ്പും കത്തിച്ചിട്ട് ഒരടുപ്പിൽ ഇതാട്ടോ നമ്മൾ കോഴിക്കറി വെച്ചിട്ട് പറ്റിയത് പൊക്കവടി അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കാക്ക ചോദിക്കുന്നത് അതിലെന്താണ് ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇട്ടിക്കണത് കട്ട് ചെയ്യാതെയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കുള്ളതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കറിയിൽ ഇങ്ങനെ കിഴങ്ങിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാനെന്തായാലും എനിക്ക് 2 ഭാഗമാക്കി ഇങ്ങനെ ഇട്ടിട്ട് ചെറിയ കഷ്ണാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തരിൻ്റെ പാലൊക്കെ ഇതാട്ടോ പൊന്തി വന്നിക്കണ്. പിന്നെ പൊക്കവട അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. കറി ഞാൻ വെന്തപ്പം ഇവിടെ ഓഫാക്കിട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കിതാ കുറച്ച് വത്തക്കയും റോബസ്റ്റ് പഴമാണ് കേട്ടോ. അപ്പോൾ പഴം നമ്മൾ ഷെയ്ക്ക് അടിക്കാനോ അതിനൊന്നും അല്ല, അത് കഴിക്കാനാണ്. വത്തക്ക കൊണ്ട് നമുക്ക് വെറുതെ ഒന്ന് വെള്ളം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ നെയ്ച്ചോറുക്കുള്ള ഉള്ളിയൊക്കെ അതാ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനത് നെയ്യിൽ വറുക്കണം കേട്ടോ. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് വറുത്തിട്ട് നമുക്ക് ചോറിൽ ഇട്ട് കൊടുക്കണം. അതിന് ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ നമ്മളെ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് തന്നെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കുക്കറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ചട്ടിക്ക് മാറ്റിയതാണ് കേട്ടോ ഇളക്കാൻ സൗകര്യത്തിന്. അപ്പോൾ വേറെ സംഭവങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പട്ടയും ഗ്രാമ്പും ഏലക്കായും പിന്നെ നെയ്യിൽ ഇതാക്കിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളെ നമ്മുടെ പാചക പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. സബും ലൈക്കൊക്കെ ചെയ്യണേ. പിന്നെ തട്ടിക്കൂട്ടിയ വീഡിയോ ആയതുകൊണ്ട് ഏതൊക്കെ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചിക്കൻ കറി ഞാൻ ഓഫാക്കി കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ചെറുക്കാക്കി വെച്ചിരിക്കണ്. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറിൽ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരി ഇടുകയും ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായി. പിന്നെ നമ്മളെ പൊക്കവട ഉണ്ടാക്കി ഞാൻ പൊക്കവടൻ്റെ പരിപാടിയും കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അടുക്കളയിലത്തെ ഗ്യാസുമുള്ള പരിപാടിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഇതാ പിന്നെ ഫ്രൂട്ട്സും ഇതൊക്കെ ശരിയാക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ തരി നല്ല ചൂടാണ് കേട്ടോ. ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊക്കവടയും റെഡി ആയിക്കണം. ഇനിയിപ്പോൾ നമ്മൾക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വെള്ളം കലക്കണം. അപ്പോൾ മോനുണ്ട് തണുത്ത വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം വെച്ചതെന്ന് ഭയങ്കര കട്ടയായിട്ടോ. അപ്പോൾ അതൊന്നും കത്തി കൊണ്ടൊക്കെ തച്ച് പൊട്ടിച്ചിട്ടൊക്കെയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ടിക്കണത്. അപ്പോൾ അതാ നമ്മളെ വത്തക്കയൊക്കെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിക്കണം. ഇനി കുറച്ച് എന്തായാലും നമ്മൾക്ക് പഞ്ചസാര കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര എന്നും കമ്മിയാവും കേട്ടോ, എപ്പോഴും മധുരം കുറവായി കാരം. അതുകൊണ്ട് ഇന്ന് ഞാൻ പഞ്ചസാര ശരിക്കും കൊണ്ട് വാരിക്കോരി തന്നെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വത്തക്ക വെള്ളത്തിൽ നമ്മൾ മധുരം കൂടുകയും ചെയ്തിക്കണം. അപ്പോൾ ഐസും കട്ട അതാ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. അതൊന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വത്തക്ക വെള്ളം നല്ല ഒന്ന് അലിയട്ടെ. അപ്പോൾ മോനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കൈയിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഐസും കട്ടൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങോട്ട് ഓരോന്ന് കൊടുത്തിട്ട് ആട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് നോമ്പുകൾക്ക് കുറച്ച് സമയമുള്ളൂ കേട്ടോ. അപ്പത്തിനും വേഗം ഉണ്ടാക്കിയിട്ട് ഇതാ ഗ്ലാസ്സുകൾക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിത് മേശമ്മ വെച്ച് ഒഴിച്ചാൽ മേശമ്മൊക്കെ ആയി പിന്നെ ഈച്ചയും ഉറുമ്പൊക്കെ വരും കേട്ടോ, മധുരമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളെ അടുക്കളയിൽ വീതനയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒക്കെ സെറ്റാക്കണത്. പിന്നെ ഇപ്പോൾ എടുത്ത് വെക്കാനൊക്കെ നമ്മൾ കാക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി കൊടുത്താൽ മതി, അല്ലാതെ അങ്ങനെ എടുത്ത് റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ
ഇത് സംഭവങ്ങളൊക്കെ റെഡി ആയിക്കണം കേട്ടോ. പൊക്കവടയും ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ റെഡിയാക്കി മേശമ്മ കൊണ്ടുവച്ചിക്കണം കേട്ടോ. തരി ചൂടാറിയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് തണുപ്പിക്കാൻ വെക്കൂലേ, അങ്ങനെ ഒരു സംഭവം കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അയിമക്ക് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ തരി ഇമ്മക്ക് ചൂട് കൊടുക്കാൻ ഞാൻ പറഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ അത് ആറിക്കോളും. അപ്പോൾ അതാ നമ്മളെ തരിയൊക്കെ അങ്ങോട്ട് ചൂടാറിയിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മക്കൾക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഏഷ്യാൻ്റെ സമയത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ കാക്കു വന്നപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുറേ മുന്നിട്ട് വെച്ച അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിയാനായിക്കണം. നല്ല പഴകും തോറും ടേസ്റ്റും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാറിന്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പപ്പടം പൊരിച്ചിരിക്കണ്. ഒരു പപ്പടത്തിൻ്റെ പകുതി ഞാൻ കഴിച്ചതാട്ടോ. അതാണ് ആ പകുതി കാണുന്നത്. അപ്പോൾ എന്തായാലും അച്ചാറും പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം കേട്ടോ. അപ്പോൾ ഈ പപ്പടത്തിൻ്റെ പകുതി ഞാൻ പൊരിച്ചപ്പോൾ തന്നെ കഴിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. മക്കൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നേരത്തെ മക്കൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ മേശമ്മ വന്നിരുന്ന് ഞാനും നമ്മളെ കാക്കയുണ്ട് കേട്ടോ. അപ്പോൾ കാക്കുവിന് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കെ ബൈ.